ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ. അത് പഴയൊരു സംഭവം ഓർക്കണം കേട്ടോ. അതായത് അപകടം നടന്ന അന്ന് രാത്രിയിലത്തെ കാര്യം മാഷ് ഓർക്കണാണ്. അപ്പോൾ അന്ന് രാത്രി മാഷോട് വേദ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. വേദ, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഇന്നലെ വന്നപ്പോൾ തുടങ്ങി ഞാൻ മനസ്സിലാക്കണതാണ് നിനക്ക് എന്തോ വിഷമമുണ്ടെന്ന് പറയുമ്പോൾ, അച്ഛാ ഇന്നലെ രാത്രി ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞിട്ട് അനിയൻകുട്ടൻ്റെ കാര്യം പറയാണ് കേട്ടോ. അനിയൻകുട്ടനെ വഴിയിൽ വെച്ചിട്ട് ആ ഒരു കുത്തിയ കാര്യം, വിക്രമിനായിട്ട് വഴക്കുണ്ടായ കാര്യമൊക്കെ പറയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അവർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല, വിക്രമം തിരിച്ചടിക്കും, അതുപോലെ തിരിച്ച് അവർ വീണ്ടും ഇനി അടിച്ചു ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കമലയ്ക്ക് ഇതൊന്നും താങ്ങാൻ കഴിയില്ല. ഇനിയൊരു അപകടം സംഭവിക്കുക അല്ലെങ്കിൽ അവൻ ജയിലിൽ പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൽ എന്തെങ്കിലും കടുകൈ ചെയ്യും, കമലില്ലാതെ ഞാനുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയാം, അങ്ങനെ ഒരു അപകടത്തിലേക്ക് ഞാനുള്ളപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, വേദ എല്ലാം മാഷ് പറയുകയാണ്, അതെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും കുട്ടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എനിക്കെന്തും ചെയ്യാൻ കഴിയും എന്നല്ല, ഞാനെന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വേദ പറയുകയാണ്. ഇനി എന്തെങ്കിലും ഒരു കേസിൽ വിക്രം പെട്ടിട്ടുണ്ടെങ്കിൽ വിക്രം കുറച്ച് നാൾ ജയിലിൽ തന്നെ പോയി കിടക്കണം. അവിടെ പഴയതുപോലെയല്ല, കൗൺസിലിങ്ങും പല കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ വിക്രമിന് ചിന്തിക്കാനൊരു അവസരം കിട്ടും, തിരിച്ചു വരുന്നത് പുതിയൊരാളായിട്ടായിരിക്കും. അങ്ങനെ വേദ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ മാഷ് ഇന്ന് വേദന അത്ഭുതത്തോട് കൂടിയിട്ട് നോക്കുകയാണ് കേട്ടോ. എന്താ ഞാനെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നായിരിക്കുമല്ലേ അച്ഛൻ വിചാരിക്കുന്നത്? അപ്പോൾ അതെ എന്ന് പറയും കേട്ടോ. എനിക്ക് സുധാകരൻ മാഷ മകൻ വിക്രമിനെ ഒരുപാട് ഇഷ്ടമാണ്. മരണം വരെ വിക്രമിൻ്റെ ഭാര്യയായി ജീവിക്കാനും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. അതിനച്ഛൻ എന്നെ സഹായിക്കില്ലേന്ന് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് മാഷ് ചിരിയോടുകൂടി തലയാട്ടും കേട്ടോ. അത് പിറ്റേ ദിവസം രാവിലെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് വേദ കോടതിയിൽ നിന്ന് വന്നതിന് ശേഷം. പിന്നീട് കാണിക്കുന്നത് കമലാമ്മ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീജ കുറച്ച് ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കഴിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ കഴിക്കാനായിട്ട് കമലാമ്മ കൂട്ടാക്കുന്നില്ല. ശ്രീജ പറയുന്നുണ്ട്, ഇന്നലെ കഴിച്ചിട്ടില്ല, ഇന്ന് രാവിലെ തുടങ്ങി ഒന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയും. എൻ്റെ മോനിപ്പോൾ ജയിലിൽ എന്തെങ്കിലും കഴിച്ചാവോന്ന് കമലാമ്മ പറയുമ്പോൾ നന്ദിനി വന്ന് പറയുന്നുണ്ട്, അതെ ജയിലിലൊക്കെ ഇപ്പോൾ നല്ല ഫുഡാണ്, പഴയ പോലെ ഒന്നുമല്ല, കണ്ടിട്ടില്ലേ എല്ല് പോലെ പോയ ആൾക്കാരൊക്കെ നല്ല തടിമാടന്മാരായിട്ട് തിരികെ വരുന്നത്. അന്നേരം ശ്രീജ പറയാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ കുറച്ച് നാൾ പോയി കിടക്ക് ജയിലിൽ, എന്നിട്ട് നീ തടിച്ചിട്ട് വായി, കുറച്ചെങ്കിലും തടി വയ്ക്കുമല്ലോ നീ എന്നൊക്കെ പറയട്ടോ. ഞാനൊന്നും അങ്ങനെ പറഞ്ഞതല്ല എന്നൊക്കെ പറയട്ടെ നന്ദിനി. അപ്പോഴേക്കും ശ്രീജ ഭക്ഷണം എടുത്തുകൊണ്ട് പോകാൻ കേട്ടോ കമലമ്മ കൊണ്ടുപോകാൻ പറയുമ്പോൾ. അപ്പോൾ വേദ അത് വാങ്ങിച്ചിട്ട് തിരികെ വീണ്ടും കൊണ്ടു കൊടുക്കാൻ കേട്ടോ. അമ്മേ എന്നോടുള്ള ദേഷ്യത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കരുത് എന്നൊക്കെ പറയാം കേട്ടോ. അന്നേരം കമലാമ്മ വേദനയോട് പറയുകയാണ്, എന്തായാലും നീ ഒരു കാര്യം ചെയ്തെടുത്തല്ലോ, ഇത്രയും നാൾ നിന്നെ കണ്ടുകൂടാണ്ടായിരുന്ന മാഷക്ക് നിന്നെ വലിയ ഇഷ്ടമായി. മാഷ കയ്യിലെടുക്കാൻ നിനക്ക് കഴിഞ്ഞല്ലോ, അച്ഛനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണോ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണോ അമ്മ വിചാരിച്ചിരിക്കുന്നത്? എന്തായാലും നീ ആഗ്രഹിച്ച പോലൊക്കെ നടന്നല്ലോ. ജീവപര്യന്താണ് നിൻ്റെ അച്ഛൻ അവന് വിധിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ഞാനുണ്ടാവില്ല, നിന്നെ കണ്ടുകൊണ്ട് ഈ വീട്ടിൽ ജീവിക്കാൻ പിന്നെ എനിക്ക് കഴിയില്ല ഒരിക്കലും എന്ന് പറഞ്ഞിട്ട് കമലാമ്മ അവിടെ നിന്ന് പോകാണ് കേട്ടോ. അത് കേട്ടിട്ട് വേദ അവിടെ ഇരുന്നിട്ട് പൊട്ടിക്കരയാണ്. ശ്രീജ വന്ന് ഇങ്ങനെ അടുത്തു നിന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിക്രമിനെയാണ് കേട്ടോ. വിക്രം ഇങ്ങനെ ജയിലിൽ ഇങ്ങനെ ആ പെൺകുട്ടിയുടെ മുഖം തന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ വന്നിട്ട് പറയും, വിക്രം നിനക്ക് വിസിറ്റർ ഉണ്ടെന്ന് പറയും. അങ്ങനെ ചെല്ലുമ്പോൾ ജോസഫും സജീവനും രാജേട്ടനാണ് കേട്ടോ. രാജേട്ടാ അനിയൻകുട്ടന് ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യും എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? വേദനയോടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞൂടെ? ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വേദന നിനക്കെതിരെ സാക്ഷി പറയൂല എന്നൊക്കെ പറയുകയാണേ. അന്നേരം വിക്രം പറയുന്നുണ്ട്, അവളങ്ങനെ മാറ്റി പറയൊന്നുമില്ല, അവൾ കണ്ട കാര്യമാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞാൽ മാറ്റി പറയുമല്ലോ, നിങ്ങൾക്ക് അവളെ മനസ്സിലാവാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ അവളെ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്ന് മാറുന്ന ഒരാളല്ല അവളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. അവൾ അത്രയും ബോൾഡായിട്ടുള്ള ഒരാളാണ്. ഒരു താലിയുടെ കാര്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് അവളുടെ ജീവിതം തന്നെ ഇങ്ങനെ ഹോമിച്ച ആളാണ് അവൾ. അപ്പോൾ അവളത് മാറ്റി പറയാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയും. അന്നേരം ജോസഫ് പറയാണ്, അല്ല എന്നാലും നീ ജയിലിൽ പോയാൽ അവൾക്കല്ലേ കുറ്റം, അവൾക്കല്ലേ ബുദ്ധിമുട്ട്, കാരണം അവൾക്ക് പിന്നെ ആരുണ്ടാവും ജീവിക്കാൻ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അവളെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം അവൾക്ക് അങ്ങനെ ആരുടെ സഹായവും വേണ്ട ജീവിക്കാൻ, അവൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ ധൈര്യമുള്ളൊരു പെൺകുട്ടി തന്നെയാണ് എന്നൊക്കെ വിക്രം ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും വേദന സഹായം കൊണ്ട് എനിക്ക് പുറത്തിറങ്ങണ്ടെന്ന് തന്നെ വിക്രം പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തും
വർഷം കൂടിയിട്ട് വേദന കൊണ്ടുപോകാൻ വരികയാണ് കേട്ടോ. നന്ദിനിയുടെയും കൂടെ ഒത്താശയോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ നന്ദിനി കുറച്ച് മോശമൊക്കെ ആയിട്ട് സംസാരിക്കുന്ന പോലെ അഭിനയിക്കുകയാണ് കേട്ടോ. ആഹാ, നിങ്ങളോ ഇങ്ങോട്ടൊക്കെ വരാനുള്ള വഴി അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അനിത, ഞങ്ങൾക്ക് വന്നൂടെ, ഞങ്ങളുടെ അനിയത്തിനെ കാണാൻ വന്നതാണ്. അമ്മേ അമ്മേ എന്ന് പറഞ്ഞിട്ട് കമലാമ്മനെ വിളിക്കുകയാണ് കേട്ടോ നന്ദിനിതയെ. അനിയത്തിനെ കാണാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ സ്നേഹത്തോടു കൂടി തന്നെയാണ് കേട്ടോ കമലാമ്മ ഇങ്ങനെ ചെല്ലുന്നത്. അപ്പോൾ നന്ദിനി പറയും, ഓ അനിയത്തിനെ കാണാൻ വന്നിരിക്കുന്നു. അതെ, എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ അനിയത്തിനെ കണ്ടേ പറ്റുമെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും വേദ അവിടേക്ക് വരാനിട്ട് എന്താ അവിടെ കാര്യം എന്ന് ചോദിക്കുക. എന്താ നിന്നെ കാണാൻ ഞങ്ങൾക്ക് വന്നൂടെ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അനിയത്തിയോട് സ്നേഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ വിക്രമിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആഹാ, അപ്പം നീ വിക്രമിനോട് ചെയ്തതോ എന്ന് നന്ദിനി ചോദിക്കുകയാണ് കേട്ടോ. നീ വിക്രമിനെ ജയിലിലേക്ക് അയച്ചത് നിസ്സാര കാര്യമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വേദ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ ഇവിടെ നിന്ന് കുറച്ച് ദിവസം മാറിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നിന്നെ കൊണ്ടുപോകാനായിട്ട് ഞാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഞങ്ങളിവിടെ എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ടോ എന്നൊക്കെ നന്ദിനി ചോദിക്കും. അപ്പോൾ നമ്മളെ വേദ പറയുന്നുണ്ട്, അതെ ഇതെൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരാണ്, അവരെ സംശയിച്ച് ഒരു രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും അച്ഛൻ വരികയാണ്. എന്താ അവിടെ കാര്യം എന്ന് ചോദിക്കുകയാണ്. പിന്നെ പ്രമോദ് കാണിക്കുന്നത് വാസവൻ എസ്ഐയും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ ജയിലിൽ തന്നെ കിടക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു നിഗൂഢതയുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ പോലീസ് എസ് ഐ വേദന മൊഴി മാറ്റി പറയാനായിട്ട് വീണ്ടും ഒരു ശ്രമം നടത്താൻ വേണ്ടിയിട്ട് വരികയാണ്. അന്നേരം വേദ പറയുന്നുണ്ട്, വേദ ഒരിക്കലും വിക്രമിനെ എതിരെയുള്ള മൊഴി മാറ്റി പറയൂല, അങ്ങനെ വിക്രമിനെ നിങ്ങൾ പുറത്ത് വെച്ചിട്ട് ആക്രമിക്കാൻ ഞാൻ സമ്മതിക്കൂല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാണ് കേട്ടോ. അത് കമലാമ്മ കേൾക്കാണ് കേട്ടോ. അപ്പോൾ കമലാമ്മയ്ക്ക് മനസ്സിലാവാണ് വിക്രമ് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ വിക്രമിനെ ആക്രമിക്കുന്നു, വേദ എന്തോ തീരുമാനം എടുത്തിട്ടാണ് വിക്രമിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാണ് കേട്ടോ. കമലാമ്മ തന്നെ അങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അത്രയാണ് പ്രമോലും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വയ്യാതിരിക്കുന്നുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.